ആശ്വാസമരുളുന്ന നിസ്വാർത്ഥ രൂപമാണ് അമ്മ. സ്നേഹവും ത്യാഗവും കരുണയും എല്ലാം ഒന്നിച്ചു ചേരുന്ന ഈ വാക്കിനാൽ വിളിക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ച എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ. അതെ, ഇന്ന് മദേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു എപ്പിസോഡ് എല്ലാ അമ്മമാർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു അമ്മയുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ മദർ ചൈൽഡ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത്. അതിനോടൊപ്പം ഒരു കുട്ടി ദിവസത്തിൽ പകുതി സമയം സ്കൂളിലാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ ഹൗ ക്യാൻ എ സ്കൂൾ ബി റെസ്പോൺസിബിൾ ഫോർ മോൾഡിങ് എ ചൈൽഡ്സ് ബിഹേവിയർ ഓർ ഹിസ് ക്യാരക്ടർ? ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇന്ന് എന്നോടൊപ്പം രാജഗിരി ഇൻ്റർനാഷണൽ സ്കൂളിലെ സ്റ്റുഡൻറ്റ് കൗൺസിലർ ആയ അശ്വതി ശരനാണ്. നമസ്കാരം അശ്വതി, വെൽക്കം ടു വിഴിയോരം ആൻഡ് വിഷിംഗ് യു വെരി ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ ടു യു ടു. അപ്പോൾ നമുക്കറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം, ഒരു അമ്മ കുഞ്ഞു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. അപ്പം ഒരു കുട്ടിയുടെ ലൈഫിൽ അമ്മയുടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഉണ്ടെന്ന് ഒന്ന് പറയാമോ? ഷെറിൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും, അതായത് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ദ മദർ ഇസ് എ പേഴ്സൺ ഹൂ ഇൻഫ്ലുവൻസസ് എ ചൈൽഡ് ഓർ എ മാൻ ഓർ എനിബഡി അറ്റ് എനി ഏജ്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ മദറാണ്. പക്ഷേ ഇന്നത്തെ റിസർച്ചുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ചസ് ആണ്. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു അമ്മ ഇൻഫ്ലുവൻസ് ചെയ്യണു, അമ്മയുടെ സ്നേഹം ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആണ്. ഇറ്റ്സ് വെരി ജനറലൈസ്ഡ് കൈൻഡ് ഓഫ് എ തിയറി. പക്ഷേ ജസ്റ്റ് വെരി ലേറ്റ്ലി ഐ കെയിം അക്രോസ് എ റിസർച്ച് വെയർ ഇറ്റ് ഷോസ് ദാറ്റ് ദ ഇമോഷണൽ ബോണ്ടിങ് ബിറ്റ്വീൻ എ മദർ ആൻഡ് എ ചൈൽഡ് ദാറ്റ് ക്യാൻ ഈവൻ പ്രിവെന്റ് ഡിസീസസ്, can increase the IQ level of the child and also immunity increase ചെയ്യാനും അങ്ങനെ ചില കാര്യങ്ങൾ ദാറ്റ് ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണ്. സോ ഇറ്റ് ഹാസ് റീച്ച് ടു ദാറ്റ് ലെവൽ. ദ ഇമോഷണൽ ബോണ്ടിങ് എത്രത്തോളം സ്ട്രോങ് ആണോ. അപ്പോൾ നമ്മൾ പല അമ്മമാരും കുട്ടികളെ ഇപ്പോൾ കോൾഡുള്ള ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ്ടിരിക്കാം, മഴച്ചാറിൽ കൊള്ളിക്കാണ്ടിരിക്കാം, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ റിസർച്ചസിൽ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മയുടെ ഇമോഷണൽ ബോണ്ടിങ് ഒന്നുകൂടി സ്ട്രോങ് ആയാൽ മാത്രം മതി, യുനോ, ടു കീപ് ദ ചൈൽഡ് ഇൻ എ വെരി സേഫ് place. Yeah. All right. So that is the basic, right? Yeah, that is definitely the basic. So there's no doubt about that. The mother is the person who influences the child the most. Okay. അതുപോലെ ഇപ്പോൾ പൊതുവെ ഇവിടെ UAE-ലൊക്കെ രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, അച്ഛനും അമ്മയും രണ്ടുപേരും. അപ്പോൾ പൊതുവെ കണ്ടുവരുന്ന കുട്ടിയെ ഒന്നെങ്കിൽ ബേബി സിറ്റിംഗ് അല്ലെങ്കിൽ ഹൗസ് മെയ്ഡിൻ്റെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ കുട്ടി വളർന്നു വരുമ്പം ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് ആസ് മച്ച് ടൈം വിത്ത് ഹിസ് മദർ. അപ്പം വിൽ ദാറ്റ് എഫക്ട് ദ ചൈൽഡ് ഇൻ എനി വേ? ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് വിൽ ഇറ്റ് ബി ലെസ് or how is it? Yes, everybody has they have a feeling that if I leave the child with the nanny അല്ലെങ്കിൽ with a housemaid അല്ലെങ്കിൽ even grandparents are brought back from India. അപ്പോൾ ഇത്ര സമയം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദേ ഫീൽ വെരി ഇൻസെക്യൂർ. കുട്ടികൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അവർ വളർന്നു വരുന്നില്ല, ഒരുപാട് മിസ്സിംഗ് ഉണ്ട്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇവിടെ വാട്ട് ഐ വുഡ് ലൈക്ക് ടു സ്ട്രെസ് ഇസ് ഓൺ, it is not about the quantity of time you spent with the child. It is the quality of time you spent with the child. കുറച്ച് സമയമാണെങ്കിലും even if you are spending just half an hour with the child, that half an hour should be മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ഒരു പസിൽ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലോങ് സ്റ്റോറി വായിച്ചു കൊടുക്കുക. ഈവൻ ഇഫ് ദേ വാച്ചിങ് TV, യു ക്യാൻ ജസ്റ്റ് ഗോ സിറ്റ് വിത്ത് ദം. അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ആ ഒരു ഏജിലേക്ക് വന്ന് അതേ ഇമോഷൻസ് കാണിച്ച് അങ്ങനെയൊക്കെ ഇറ്റ് റിയലി യുനോ അതൊരു ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യും, അവരുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് അത് ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ദിസ് ഇസ് എ തിങ്. ഇപ്പൊ നാനീസ് ആണെങ്കിലും ഹൗസ് മേറ്റ്സ് ആണെങ്കിലും ദേ വിൽ ഡെഫിനറ്റ്ലി ഒരു ബോണ്ടിങ് അവർ തമ്മിൽ ഉണ്ടാവും if they're good enough, if they're taking care in a very nice way, in a right way. പക്ഷേ this is the thing, mothers are always mothers and fathers are always, they have their place. The thing is quality time നമ്മൾ എപ്പോഴും സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതിലേക്ക് ഈ പറഞ്ഞ പോലത്തെ ഉള്ള ഒരു പ്രോബ്ലം വരാണ്ടിരിക്കുള്ളൂ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം സ്കൂളിലാണല്ലോ അശ്വതി വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ടാവും. അപ്പം അവരുടെ പേരൻസ് ഇതുപോലെ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ അറ്റൻഷൻ കിട്ടാണ്ട് വരുന്ന സമയത്ത് പേരൻസ് എന്താണ് പൊതുവേ പറയുന്നത്? ലൈക്ക് വെൻ യു കോൾ സം പേരന്റ് ടു സ്കൂൾ ഫോർ സം this is a thing, it's very interesting. കാരണം ഒരുപാട് പേരൻസ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് അവർ വളരെ കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ബട്ട്
whatever tips and guidelines you give them, they really listen to it, they try to follow it. But there are certain parents, ചില parents എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തും other counselors, other colleagues അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, see ma'am, we are really busy, we don't have the time, we don't have the time for our children. അത് it's really alarming, പക്ഷേ that's completely a wrong thing to do. Maybe അവരുടെ background ഒരു ഫാക്ട് ആണ് അല്ലേ, അവർക്ക് സമയമില്ല. അത് definitely അവർക്ക് സമയമില്ല, but they have to find time for their children, because upbringing is very very important. You know, their role is very important in the upbringing of their children. So they have to find time, whatsoever it is. Priorities മാറ്റേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, but they have to fix some time and be with the child, and then only they can contribute to the upbringing of the child. All right. ഏതൊരു ഏജ് വരെ ആയിരിക്കും അശ്വതി കുട്ടികളുടെ കൂടെ അച്ഛനും അമ്മയും മാക്സിമം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്? Yes, like how they say, the foundation has to be very rigid and strong. അത് ഏതൊരു കാര്യം എടുത്താലും, ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിലും നമ്മൾ ഫൗണ്ടേഷൻ എപ്പോഴും നമ്മൾ കോൺക്രീറ്റ് ആക്കാൻ ശ്രമിക്കും. സോ ദ തിങ് ഈസ്, കുട്ടികളുടെ കാര്യത്തിലും അതെ, ഒരു 8-9 years ആ ഒരു പ്രായം വരെ we have to influence them in the right way. We have to tell them the right things. എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. And ആ ഒരു പ്രായത്തിൽ അവർ whatever they are listening to you or whatever they are you know inculcating from you, that will remain. That is അതാണ് exactly, the base should be strong enough. ഒരു 8-9 years കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയുമ്പോഴും they are also growing, they also have their own experiences. അപ്പോൾ they may find no, അതല്ല ഇങ്ങനെയാണ് അച്ഛനും അമ്മയും പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ല, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരാം. അപ്പോൾ 8-9 years വരെയാണ് നമ്മൾ we have to be very very careful. We have to, you know, give them the right ideas about the things around them. Okay, all right. അപ്പം അടുത്തെനിക്ക് ചോദിക്കാനുള്ള, കുട്ടികൾ ഇപ്പോൾ 8-9 years വരെ നമ്മൾ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അവരെ നല്ലവണ്ണം വളർത്തിക്കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 11-12 years ആകുമ്പോൾ കുട്ടികൾ അവരുടെ വിചാരം അവർ വളർന്നു, അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിവുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നത് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ ഡിസിഷൻ ആണ് മെയിൻ എന്നുള്ള രീതിയിൽ അവർ പെരുമാറും. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ്, ഹൗ ക്യാൻ ദ പേരൻസ് ടാക്കിൾ സച്ച് എ സിറ്റുവേഷൻ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ അപ്ബ്രിങ്ങിങ്ങിന്റെ ഒരു ഭാഗമാണ് ഇതും. ദിസ് ഇസ് ജസ്റ്റ് പാർട്ട് ഓഫ് ഗ്രോയിങ്. അതായത് കുട്ടികൾ ആ ഒരു പ്രായം, ഒരു ടീനേജിലേക്ക് എൻട്രി ചെയ്യണതിന്റെ ആ ഒരു ഫേസ്, പ്യൂബർട്ടി, ആ ഒരു സമയത്ത് ദേ ആർ വെരി കൺഫ്യൂസ്ഡ് ആൻഡ് ലോട്ട് ഓഫ് അട്രാക്റ്റീവ് തിങ്സ് അറൗണ്ട്. അവരുടെ ഒരു മെന്റൽ സ്റ്റേജ് തന്നെ ആകെ മൊത്തത്തിൽ മാറുന്ന ഒരു സമയമാണ്. ബട്ട് we need to, ആ ഒരു സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ the parents have to influence the child in the right way. So this is a thing. 8-9 years വരെ നമ്മൾ പറയുന്നത് അവർക്ക് ശരിക്കും അത് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, that means to say that they have understood that, you know, okay, these are the things. So if that has gone very strongly, if that has gone very accurately, then that means from even at that age, adolescent age അല്ലെങ്കിൽ entering puberty, ആ ഒരു പ്രായത്തിൽ അവർക്ക് അങ്ങനെ there will be less distractions and less confusions about things. You understand? So then again we'll be able to you know we'll be able to influence them in the right way. So ഇവിടെയും എനിക്ക് പറയാനുള്ള പോയിന്റ് ഇതാണ്, ബേസ് എപ്പോഴും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ബാക്ക് ആൻസറിങ് ഇതൊക്കെ വരുമ്പോൾ, ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദെയർ ഗ്രോയിങ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യണം. അപ്പൊ വി ഷുഡ് ഗിവ് ദം ദെയർ ടൈം ആൻഡ് സ്പേസ് ആൻഡ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ അവർ ഒരുപാട് ചൂടായി നിൽക്കാൻ അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് തീരെ അവർക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവണില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ വി ഷുഡ് ജസ്റ്റ് ലീവ് ഇറ്റ്, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ഫോർ സം ടൈം. Once they are back to their calm position and you know they want to share, അല്ലെങ്കിൽ അവർ വളരെ അപ്സെറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്, that's the right time to go and tell them and rectify that problem. അങ്ങനെ അല്ലാണ്ട് അവരെ കൂടുതൽ ഇപ്പൊ ബാക്ക് ആൻസർ ചെയ്യുമ്പോൾ you're not supposed to do that, you're not supposed to talk to me എന്ന് പറഞ്ഞാൽ they're just going to revolt again. ഓക്കെ, പലപ്പോഴും പേരൻസ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോദിക്കാനുള്ളത്, പലപ്പോഴും പേരൻസ് പറയാറുണ്ട് കുട്ടിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇൻഫാക്ട് ദ ചൈൽഡ് ടെൽസ് അമ്മയ്ക്കും അച്ഛനും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താണ്, is it a communication gap? Definitely it is a communication gap. It is a generation gap. അതായത് ഇപ്പോ ഇന്നിപ്പം നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ അവർക്ക് അവരുടെ കുട്ടികളുടെ അടുത്തും ആ ഒരു പ്രശ്നം, ബിക്കോസ് ദേ ഹാവ് ദെയർ തോട്ട്സ്, ദെയർ തിങ്കിങ് കപ്പാസിറ്റീസ്, എവറിത്തിങ് ഇസ് ഡിഫറെന്റ് ആൻഡ് ദേ ആർ സീയിങ് വേൾഡ് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേ. അതായത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കണ്ടിരുന്ന ലോകമല്ല ഇന്ന്. അപ്പോൾ ദേ നോ എ ലോട്ട് ഓഫ് തിങ്സ് ബെറ്റർ ദാൻ അസ്. അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഉണ്ടാവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അവരെ മനസ്സിലാക്കാണ്ട് പോണ സമയങ്ങളിലാണ്. അതായത് they have to be
first and foremost, the first tip I would say is listen very carefully to what they have to say. Give the time, give the space, everything. അവർക്ക് എന്താ പറയാനുള്ളത്, അവർക്ക് മുഴുവനും പറയാനുള്ളത് മുഴുവനും നമ്മൾ കേൾക്കാനുള്ള, നമ്മളാണ് അവരെക്കാളും മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ. അത് നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു വന്നവരാണ്. So we know better than them that how they're going to react and what they're going to do next. So the first and foremost tip is that you have to listen to them very carefully and let them finish what they have to say, even if they're saying the wrong thing. തെറ്റായ കാര്യം പറയുകയാണെങ്കിലും ശരി, തെറ്റായ ഒരു പ്രവൃത്തി ചെയ്തതാണെങ്കിലും ശരി, support them. Okay, it has happened, പക്ഷേ we can do something about it എന്ന രീതിയിൽ. So listen carefully and then rectify them slowly, take the right opportunity, then I'm sure they'll fall into the right track. Alright. അപ്പോൾ ഈ കുട്ടികൾ എസ്പെഷ്യലി അഡോളസെന്റ് ഏജിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് അവരുടേതായ പിയർ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ഇഫ് ദേ ആർ ഇൻ ദ റോങ് കമ്പനി, ദാറ്റ് ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദേ ഹാവ് ടു ബി കറക്റ്റ് ഒരു ഡിസിഷൻ. ദേ ഹാവ് ടു ടേക്ക് എ റൈറ്റ് ഡിസിഷൻ വിച്ച് ഇസ് റൈറ്റ് ഫോർ ദം. അപ്പം അച്ഛനും അമ്മമാർക്ക് അറിയാം മേ ബി മൈ ചൈൽഡ് ഇസ് നോട്ട് in the right group, പക്ഷേ അവർ പറയുന്നത് കേൾക്കുമോ എന്നുള്ളൊരു they'll be very apprehensive. So how to approach a child? Yes, there have been a couple of cases this way which has come to me. കൂടുതലും ഒരു wrong അല്ല, peer group എന്ന് പറയുമ്പോൾ like their own age, suppose second standard ആകുമ്പോൾ second standard ഉള്ള കുട്ടികളല്ലേ. പക്ഷെ where they get, if you would ask me, ഇപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ they have their school classroom friends, they are definitely of the same age group, right? But they may develop friends from the bus, from the building, or maybe if they're going to some institutions, if they're going for some activities and things like that, avudunum they develop. But as far as they are not influencing them in the wrong way, angane as far as that is not happening, it is perfectly fine. We cannot like put a stop. Okay, ആ കുട്ടി നിന്റെ ഏജ് ഗ്രൂപ്പ് അല്ലല്ലോ, എന്തിനാ നീ ആ കുട്ടിയുടെ കൂടെ കമ്പനി, അങ്ങനെ ഒരുപാട് പേരൻസ് റെക്ടിഫൈ ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ those children are influencing them in the right way also. Maybe ഒരു 10th standard girl ഒരു 5th പഠിക്കുന്ന കുട്ടീനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, but maybe she has a very sisterly bond with her, she is giving her the right ideas, very academically വളരെ brilliant ആയിട്ടുള്ള കുട്ടി ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ it is better not to pull them back completely, but we have to tell them it is the best to be with your own peer group. അതേ ഏജ് ഗ്രൂപ്പിലെ കുട്ടികളെ കിട്ടുകയാണെങ്കിൽ it is really well and good because they exchange a lot of information, they tend to learn better. But there is nothing wrong as far as you're not influencing in the wrong way. It is completely okay. So we should not always എന്തൊരു കാര്യം നമ്മൾ ഒരു big no പറയുന്നതിന് മുന്നേ we have to think if അതിൽ എന്തെങ്കിലും if there is a backdrop in that case. Alright. അപ്പം പൊതുവെ അമ്മമാർക്കുള്ള കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ഒരു ഏജ് വരെ എനിക്ക് തോന്നുന്നു കുട്ടികൾ അമ്മമാരായിട്ട് വളരെ ക്ലോസ് ആയിരിക്കും. പെട്ടെന്ന് ഒരു ഏജ് കഴിഞ്ഞാൽ അവർ ആ ഒരു എന്താ പറയുന്നത് there is a gap somewhere. അപ്പം അമ്മമാർക്ക് തോന്നും കുട്ടികൾ എൻ്റെ കുഞ്ഞ് എന്നോട് ഇന്ന് നേരത്തെ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല ഇപ്പം ബിഹേവ് ചെയ്യുന്നത്. they don't share things. അപ്പോൾ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടാണ് ഇപ്പം. so there the mother really feels upset. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ what can you ഇത് വളരെ നാച്ചുറൽ ആയി കണ്ട് തുടങ്ങുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഒരു ഫേസ് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ it becomes slowly withdrawn ആവും പേരൻസിൽ നിന്ന്, അച്ഛനും അമ്മയിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയി പോകും their thoughts. That is because they are feeling very insecure. അതായത് parents feel that students feel that അല്ലെങ്കിൽ children feel that okay this is not the right thing to share with the family. അത് എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ we have to stop making them feel that way. അതായത് we should talk about things like that which we ഇപ്പോൾ say you can say daughter to param when I was your age even I had infatuations or even I had crushes or maybe I had a very silly relationship. Appo they'll be like it's okay because maybe they athrim oru dangerous aayittulla karyam avilla and in a country like this we are always safe. So try to encourage them to talk. We should talk about everything, anything and everything, and they should feel okay it is okay to talk to us. ഒരു friend ആയിട്ട് നമ്മൾ സംസാരിക്കണം. Exactly, ഒരു friend ആയിട്ട് every age. Like, it is not a very easy task because we are in our age. We have a lot of other things to do. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ whatever time you spend, quality time is very important. So if you start doing like this, if you start thinking like them, come down to their age, and if you start thinking like them, then ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. Probability is less. Okay. അപ്പോൾ ഈ പൊതുവെ വീട്ടിൽ ഒരു കുട്ടിയുള്ള ഒരു വീട്ടിൽ നമ്മൾ പൊതുവെ പറയുന്നുണ്ട് കുട്ടികളെ നമ്മൾ കൊഞ്ചിച്ച് ലാളിച്ചൊക്കെ വളർത്തുന്നത്. അപ്പോൾ ഒരു കുട്ടിയുള്ള വീട്ടിൽ there's a tagline that the child is pampered. How true it is? Yes. Single child എപ്പോഴും there is ഒരു ഷെറിൻ പറഞ്ഞ പോലെ തന്നെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, സ്പോയിൽഡ് ചൈൽഡ് ആണ്, the only spoiled brat എന്നൊക്കെ പറയുന്നത്, which is not true.
ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അങ്ങനത്തെ ഒരു കുട്ടീനെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിന്ത വി ഷുഡ് അവോയ്ഡ് ഡൂയിങ് ദാറ്റ്. വി ഷുഡ് അവോയ്ഡ് കോളിംഗ് ദാറ്റ് ചൈൽഡ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ പേരൻസിന്റെ അടുത്ത് കുട്ടിയുടെ മുന്നിൽ വെച്ച് ചോദിക്കുക, നല്ലോണം കൊഞ്ചിച്ചിട്ടാണല്ലേ വളർത്തണം, ഒറ്റ മോളല്ലേ ഒറ്റ മോനല്ലേ, അതൊക്കെ കുട്ടികളെ എഫക്ട് ചെയ്യും. ആൻഡ് ഇപ്പൊ പേഴ്സണലി എനിക്ക് തന്നെ ഒരുപാട് വൺ ചൈൽഡ് ഫാമിലീസിനെ അറിയാം. ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ വെരി സക്സസ്ഫുൾ, ഐ ഷുഡ് സേ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഒരു കുട്ടി, ഇറ്റ് അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പേരന്റിംഗ് സ്കിൽസ്, യു നോ, ദ പേരന്റിംഗ് സ്കിൽസ്. ഇഫ് ദ പേരന്റ്സ് ഹാവ് ബ്രോട്ട് ദ ചൈൽഡ് ഇൻ എ എക്സാക്ട് ഒരു നല്ലൊരു ഡിപ്ലോമാറ്റിക് പാരന്റിംഗ് സ്റ്റൈലാണ് ആ കുട്ടിയുടെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ചൈൽഡ് വിൽ നോട്ട് ബി സ്പോയിൽഡ്, റൈറ്റ്? അപ്പോൾ ഇതൊക്കെയാണ് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഒരു ഒറ്റ കുട്ടി ഇങ്ങനെ സ്പോയിൽഡ് ആയി പോകുന്നത്. ബിക്കോസ് ഓഫ് ഓവർ പാമ്പറിംഗ് ആൻഡ് യു ഗിവ് എ ലോട്ട് ഓഫ് ഫ്രീഡം ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. But if we avoid that, that will not happen. But I should say, first and foremost, we should not tag a child like that, because there are plenty of children who are not pampered and not spoiled. അതെ, എല്ലാത്തിനും ഒരു പ്രോൺസ് ആൻഡ് കോൺസ് Exactly, yes, definitely. ഇവിടെ ഇപ്പൊ പാരന്റിംഗ് സ്കില്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ അശ്വതി. അപ്പം ഹൗ ഷുഡ് എ പേരന്റ് ബിഹേവ് ടു എ ചൈൽഡ്? വാട്ട് ഈസ് ദിസ് പാരന്റിംഗ് സ്കിൽ ഓൾ അബൌട്ട്? Yeah, there are different parenting styles. Okay, like say there are 4 different parenting styles. One is authoritarian, then there is diplomatic, then there is neglectful, and there is permissive. അതായത് ഇത് 4 ടൈപ്സ് ആണ്. ഇതിപ്പോൾ വലിയ വലിയ പേരുകളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 4 സ്റ്റൈൽസ് നമ്മുടെ ഇടയിൽ കാണപ്പെടുന്ന സ്റ്റൈലുകളാണ്. ലൈക്ക് ഓതോറിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ മോസ്റ്റ് ട്രഡീഷണൽ വേ ഓഫ് ബ്രിങ്ങിങ് അപ്പ് എ ചൈൽഡ്. അതായത് പണ്ട് കുട്ടികൾക്ക് ഒരു വോയിസും ഇല്ല. അച്ഛൻ എന്ത് പറയുന്നു, അമ്മ എന്ത് പറയുന്നു, ഓക്കെ ദാറ്റ്സ് ഇറ്റ്. എന്തൊരു കാര്യം വന്നാലും ദേ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ബാക്ക്. ഓക്കെ, അവർ പറയുന്നത് അതാണ് എൻ്റെ ഡിസിഷൻ, അതാണ് എൻ്റെ ഡിസിഷൻ, ദിസ് ഇസ് എ ഡിസിഷൻ ഫോർ മൈ ലൈഫ്. Then there is permissive. Permissive എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനും ഏത് ചെയ്യാനും യു ആർ ഗിവിംഗ് ദം പെർമിഷൻ. Okay, there is absolutely no rules. എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കും. There is absolutely no rules. Okay, മോൻ പറയുന്ന പോലെ അല്ലെങ്കിൽ മോള് പറയുന്ന പോലെ. And it is easier for them. If they have the time and money, it is easier for the parents. That is another type of parenting style. And then there is neglectful parents. Neglectful parents എന്ന് വെച്ച് കഴിഞ്ഞാൽ they don't have time. They completely neglecting. What they here what happens is that കുട്ടിക്ക് ഒരു ആവശ്യം ഉണ്ടോന്ന് പോലും അവരെ നോക്കുന്നില്ല. Do they need us? Do they need the parents? And absolutely nothing. അവരിപ്പോ തെറ്റ് ചെയ്താലും ശരി, കറക്റ്റ് ആയിട്ട് നല്ലൊരു കാര്യം ചെയ്താലും ശരി, we don't have the time. You do what you want to. And അവിടെ ഒരു പെർമിസീവ് പേരൻസിൽ പിന്നെ ഒരു സ്നേഹം ഉണ്ടാവും. ഇവിടെ അതുമില്ല. They don't have the time for giving them a little bit of love. Also then we come to diplomatic parents. Diplomatic parents are according to me the most perfect parents. There is nothing like perfect parents, but here what one should follow in exactly in terms here of they set parenting. rules. They set rules, and on the same time they listen to what the children has to say. അതായത് കുട്ടികൾക്ക് എന്താ പറയാനുള്ളത് അവർക്ക് കേൾക്കാനുള്ള ക്ഷമയും പേഷ്യൻസും എല്ലാം ഉണ്ടാവും. എന്നാൽ അത് തെറ്റ് ഓരോ ഏജിലും കുട്ടികൾ പറയുന്നത് they will have their limitations. ആ സമയത്ത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഒരു ടൈമും ഇതൊക്കെ എടുത്തിട്ട് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെയല്ല മോനെ, അത് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ പേരൻസ് ആണ് ഡിപ്ലോമാറ്റിക്. ദാറ്റ് ഇസ് they tell what is right, what is wrong, and they also take the children's views. So I expect all the parents to become diplomatic parents today, so that we'll have a better generation. ഇതിലെ ഫൈനൽ ഡിസിഷൻ will be the parents അല്ലേ? Definitely. അത് ഏതൊരു കാര്യത്തിലും when it comes to parenting, when it comes to mother and baby relationship, father and baby relationship, I would say if anything is going wrong, definitely you are responsible. At least a bit you are responsible. All right. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.